എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അല്ലാതെ നമ്മളിപ്പം അൺസ്കിൽഡ് വിസ എന്ന് പറഞ്ഞ സാധനം ഓസ്ട്രേലിയയിൽ നിലവിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സിന് ഇവിടെ വരാനുള്ള സാധ്യത കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോട്ടൽ വർക്കേഴ്സ്, വെയർ ഹൗസ് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം ഈ എന്താ പറയുക ഓഫീസ് ജോബ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് സ്കില്ലില്ലാത്ത ആളുകൾക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഏജൻസികൾ അവർക്ക് വാഗ്ദാനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പരസ്യം തന്നെ എനിക്കിങ്ങനെ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഇത് ഫേക്കാണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഫേക്കാണ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുത്ത് കൊടുങ്ങാതിരിക്കുക, അത് ആദ്യം തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് വർക്കേഴ്സിന് വരാൻ പറ്റുന്നത് എന്ന് ഞാൻ പറയാം. അപ്പം ഇവിടെ വരാൻ പറ്റുന്നത് ഒരു കുറേ രീതികളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേർഡ് വർക്ക് വിസയാണ്. അതായത് ഒരു എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിസ സ്പോൺസർ ചെയ്യുന്നു. ആ വിസയിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് പല രീതിയിലുണ്ട്. വർക്ക് വിസ ആവാം, സ്പോൺസേർഡ് PR ആവാം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ എന്ന് പറയും. അതായത് ഒരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റമാണത്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ ക്രൈറ്റീരിയകളിലൂടെ, അതായത് ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ ഇംഗ്ലീഷ് സ്കിൽസ്, പിന്നെ സ്പോർട്സിൻ്റെ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പോയിൻറ്റുകൾ ഗെയിൻ ചെയ്യും. ആ പോയിൻറ്റുകളിൽ ബേസിൽ നിങ്ങളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റഡ് ഒരു പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ കയറുന്നു. അപ്പോൾ അതിനകത്ത് ഹോം അഫയേഴ്സ് ഏറ്റവും ഹൈ പോയിൻറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് അവർ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ആ ഇൻവൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. അത് രണ്ട് രീതിയിലുള്ള വിസയുണ്ട്. 189 എന്ന് പറഞ്ഞ PR വിസയിലുണ്ട്. പിന്നെ 190 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് സ്പോൺസേർഡ് PR പ്രോഗ്രാമുണ്ട്. പിന്നെ 491 എന്ന് പറഞ്ഞ ടെമ്പററി വിസയാണത്. പക്ഷേ അത് ആഫ്റ്റർ 3 ഇയേഴ്സ് PR ആയി മാറുന്ന രീതിയിലുള്ള 491 എന്ന് പറഞ്ഞ വിസയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് കാറ്റഗറിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ ഫുൾ വർക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻസിനും ഫുൾ വർക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ജോലിയും ചെയ്യാം നിങ്ങളിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു എംപ്ലോയർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിസ തരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജോലിക്ക് പോകുന്ന പോലെ തന്നെ നിങ്ങൾ പോകുന്നു, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ജോലിക്ക് കയറുന്നു. അപ്പം ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജോബ് വെബ്സൈറ്റ് സീക്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ www.seek.com.au എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന എല്ലാ ജോലികളും നിങ്ങൾക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വിസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ എംപ്ലോയർ സ്പോൺസേർഡ് വിസയ്ക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ആ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർക്ക് പൈസ ചിലവുണ്ട്. അതായത് നിങ്ങൾ ഒരാളെ ഓവർസീസിന് ഹയർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എംപ്ലോയറും നോമിനേഷൻ ഫീസും അങ്ങനെയുള്ള കുറച്ച്, അല്ലെങ്കിൽ സ്കിൽ ട്രെയിനിങ് ഫീസും അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഫീസുകൾ ഹോം അഫയേഴ്സിന് അടയ്ക്കണം. അതേപോലെ തന്നെ വിസ ലോഡ്ജ് ചെയ്യുമ്പം നിങ്ങളോ ചിലപ്പോൾ എംപ്ലോയർ കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം എംപ്ലോയർ പറയും നിങ്ങളോട് കൊടുക്കാൻ പറയും. അങ്ങനെ എടുത്തിട്ട് വരുന്ന വിസയാണ് എംപ്ലോയർ സ്പോൺസർഡ് വിസ. അപ്പം വിസ ഫീസ് എംപ്ലോയർ ബെയർ ചെയ്യണം എന്നുള്ളൊരു റൂളില്ല. വിസ ഫീസ് എംപ്ലോയർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ ബെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളോട് അടയ്ക്കാൻ പറയാം. ഓക്കെ, അത് ഒരു ഏജൻറ്റിന് കൊടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ എംപ്ലോയർക്ക് കൊടുക്കുന്ന പൈസയല്ല, നിങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹോം അഫയേഴ്സിൽ പേ ചെയ്യുന്ന പൈസയാണ്. അപ്പോൾ അങ്ങനെ വരാം. അപ്പം നമുക്ക് എങ്ങനെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സ്കിൽഡ് ഓക്യുപ്പേഷൻസിന് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റും. ഈ രജിസ്റ്റേർഡ് നഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ബാക്കിയുള്ള ഓക്യുപ്പേഷൻസിനൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ കാണാറുണ്ട് ഒരുപാട് ഇങ്ങനെ ട്രെമൻഡസ് ഓപ്പർച്യൂണിറ്റീസ് വിസ സ്പോൺസർഷിപ്പിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സീക്കിൽ പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ടല്ലോ, സീക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു നേഴ്സാണെന്ന് വിചാരിച്ചു, രജിസ്റ്റേർഡ് നേഴ്സാണെങ്കിൽ ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ താല്പര്യമുള്ള കമ്പനികളെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ, അതായത് സെർച്ച് ബാറിൽ നേഴ്സ് വിസ, അല്ലെങ്കിൽ നേഴ്സ് വിസ സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ നേഴ്സ് സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ നേഴ്സ് 482 എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വർക്ക് വിസയാണ് 482, അല്ലെങ്കിൽ നേഴ്സ് 186 എന്ന് പറഞ്ഞാൽ എംപ്ലോയർ സ്പോൺസേർഡ് PR-ന് 186 എന്ന് പറയും. സോ അങ്ങനെ കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സെർച്ച് ചെയ്യുക. അല്ല ജസ്റ്റ് രജിസ്റ്റേർഡ് നേഴ്സ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ സാധ്യതയുള്ളതും സാധ്യത ഇല്ലാത്തതും അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ വരും.
അപ്പോൾ പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഫിൽട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള കീവേഡുകളുണ്ട്. ഇപ്പം നേഴ്സ് എന്ന് പറഞ്ഞതിന് പകരം നിങ്ങളിപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ വിചാരിച്ചോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിസ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിസ സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ 482, അങ്ങനെയൊക്കെ നിങ്ങൾ കീവേഡ്സ് ഇട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് വിസ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ് ഇട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയും കൂടെ നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് റെലവൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. ആ ജോലികളിൽ കയറി നോക്കി അപ്ലൈ ചെയ്താൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വിസ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോലികൾ മാത്രം കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിലുണ്ടാവും, അതിലോട്ട് കയറി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെർച്ച് നോക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ കയറണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ വിസ സ്പോൺസർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ കണ്ടുപിടിക്കാനുള്ള വഴികൾ. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് വെച്ചാൽ മാക്സിമം വിസ സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്യുന്നത് രജിസ്റ്റേർഡ് നഴ്സ്, പിന്നെ ഫിസിയോ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ മെക്കാനിക്, ഷെഫ്, അങ്ങനെയുള്ള ജോലികൾക്കാണ്. പിന്നെ ചില സമയത്ത് ഞാൻ IT ജോബുകളും വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോലികൾക്ക് കുറച്ചും കൂടെ ഇൻപുട്ട് ഇട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് അപ്ലൈ ചെയ്യുക. അല്ലാത്ത ജോലികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിൽസ് ആ ഒരു കമ്പനിക്ക്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ഉണ്ട്, ആ ഒരു സംഭവം നിങ്ങൾ നോക്കുന്ന കമ്പനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കമ്പനി ചിലപ്പം വിസ സ്പോൺസർഷിപ്പ് എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ 100 കണക്കിന് ജോലികൾ അപ്ലൈ ചെയ്ത് അങ്ങനെ ചില കിട്ടിയ ആളുകളുണ്ട്. IT ഇൻഡസ്ട്രിയിലുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്, മെക്കാനിക്കുകൾ, അങ്ങനെ പല ഫീൽഡിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീക്കിലെ ജോബിൽ ഈ വിസ സ്പോൺസർഷിപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ സ്കില്ലുകൾ ആ കമ്പനിക്ക് ആവശ്യമുണ്ട്. ആ കമ്പനി ഹോം അഫയേഴ്സിൽ അപ്രൂവ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് തരാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, തരാൻ സാധ്യതയുണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ സ്കിൽസാണ് നിങ്ങൾ സെല് ചെയ്യേണ്ടത്. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഫ്രഷറായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. ഇവിടെ എപ്പോഴും സ്കില്ലുകൾക്ക് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കാറുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒന്നുമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂഷ്വലി ഇപ്പം എംപ്ലോയർ സ്പോൺസേർഡ് വിസകൾക്ക് ഈ ഹോം അഫയേഴ്സിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് മീറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് ഈ വർക്ക് വിസ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ 186 ഡയറക്റ്റ് എൻട്രി PR സ്പോൺസർഷിപ്പിന് നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 3 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു നിഷ്കർഷയുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ എംപ്ലോയർ സ്പോൺസേർഡ് PR കിട്ടാനുള്ള ചാൻസും കുറവാണ്. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് സ്കിൽസ് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനും പിന്നെ അതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയയൊക്കെ നോക്കിയിട്ട് അത് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അത് എഴുതി ഉണ്ടാക്കി CV മോഡിഫൈ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇറ്റ്സ് നോട്ട് ഈസി. അതായത് ഒരു ജോലി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ചിലപ്പോൾ 100 കണക്കിന് ജോലികൾ നല്ല ഹൈ ക്വാളിറ്റി ആപ്ലിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ഇൻ്റർവ്യൂ കിട്ടാം. ചിലപ്പോൾ അതിനകത്ത് ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പം അവർ എംപ്ലോയർ സ്പോൺസർഡ് വിസയ്ക്ക് തയ്യാറായിരിക്കില്ല. പക്ഷേ ചില കമ്പനികൾ നിങ്ങളുടെ സ്കിൽസ് അത്രയും നല്ല അടിപൊളി സ്കിൽസൊക്കെ ആണെങ്കിൽ എംപ്ലോയർ സ്പോൺസേർഡ് വിസകൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയുള്ള വരുന്ന എംപ്ലോയർ സ്പോൺസേർഡ് വിസയിൽ വരുന്ന എല്ലാവരും തന്നെ ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് നഴ്സിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും 100 കണക്കിന് ആപ്ലിക്കേഷൻസ് അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് ചെയ്തു തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി റൺ. അല്ലാതെ ഈസി ആയിട്ടല്ല ആരും വരുന്നത്, നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ്. ഇതല്ല നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയറിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് PR നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കിൽസ് ഇവിടെ PR ലിസ്റ്റിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ലിസ്റ്റിൽ വേണം. പിന്നെ നിങ്ങൾ ആ ഒരു ഒക്യുപ്പേഷന് ഇവിടെയുള്ള സ്കിൽ അസസ്മെൻറ്റ് റിക്വയർമെൻറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് നോക്കണം. മാത്രമല്ല ഏറ്റവും ഹൈ പോയിൻ്റ് ഗെയിൻ ചെയ്യാൻ നോക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ മിനിമം സ്കോറിലൊന്നും ഇപ്പം ഇവിടെ PR കിട്ടുന്നില്ല. മിനിമം സ്കോറിൽ ചില ഒക്യുപ്പേഷൻസിന് മാത്രമേ കിട്ടുള്ളൂ. അത് മേ ബി ട്രേഡ് ഒക്യുപ്പേഷൻസിന്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ചിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ചാൻസ്. ഇത് ഓസ്ട്രേലിയ മാത്രമല്ല കേട്ടോ, എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ എഫേർട്ടും നമ്മുടെ സ്മാർട്ട് തിങ്കിങ്ങുമാണ് ശരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അത്ര ഒരു എളുപ്പമുള്ള സംഭവമൊന്നുമല്ല. സോ ഇതിനകത്ത് ചാൻസുകളുണ്ട്, നിങ്ങളുടെ എഫേർട്ട് പോലെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്